തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുടങ്ങി കേരളമാകെ ചൊറി, ചൊറിയോട് ചൊറി. അങ്ങോട്ട് ചൊറിയുന്നു, ഇങ്ങോട്ട് മാന്തുന്നു, ഇങ്ങോട്ട് ചൊറിയുന്നു, അങ്ങോട്ട് മാന്തുന്നു. എന്താണെന്നേ ഇവിടുത്തെ ഈ രാജ്യത്തെ തിരുവനന്തപുരത്തെ പ്രളയം, വെള്ളപ്പൊക്കം, മാലിന്യ സംസ്കരണം, ഇവിടുത്തെ പട്ടിയുടെ ശല്യം, ഇവിടുത്തെ ഹോട്ടലുകളിലെ അഴുക്ക ഭക്ഷണം, ഇവിടെ ഗഞ്ചാവ് കച്ചവടം, എന്തൊക്കെയാണ് കഴിഞ്ഞ 50 വർഷത്തെ ഭരണവുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു പുതിയ കോർപ്പറേഷൻ മേയർ വന്ന് 4-5 മാസമായിട്ടുള്ള അവരൊരു ഭരണസമിതി വന്നത്. അവർ പ്രാർത്ഥിച്ചത് എന്തോ സത്യപ്രതിജ്ഞ ചെയ്തത് അവർ ദൈവങ്ങളെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേസ്. ഒരു കാര്യമുണ്ടോ കേസ് കൊടുക്കുന്നതിന്? അവസാനം കോടതിയിൽ നിന്ന് വിധി വരുന്നു. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യാനേ വകുപ്പുള്ളൂ. ആ രണ്ട്, ഒന്നുകിൽ പറയേണ്ട വാക്ക് ദൈവനാമത്തിൽ എന്നായിരിക്കണം, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്നായിരിക്കണം. വേറൊരു വാക്ക് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് പിന്നെ എന്താണ് പഴവങ്ങാടി ഗണപതിയുടെയും അനന്തപത്മനാഭൻ്റെയും ബലിദാനികളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും ആറ്റുകാൽ ദേവിയുടെയൊക്കെ പേരിൽ പലരും പൊങ്കാലയിട്ട് എങ്ങനെ പ്രസംഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. അവരെല്ലാം 20ഓളം പേര് BJP നിന്ന് ആ സത്യപ്രതിജ്ഞ ഇൻവാലിഡാണ്, അസാധുവാണ്. അങ്ങനെ പറയുമ്പോഴാണ് വി രാജേഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾ 20 പേർ മാത്രമല്ല, പ്രതിപക്ഷത്തുള്ളവരും കോൺഗ്രസിൻ്റെ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും ദൈവത്തിൻ്റെ നാമത്തിലോ ദൃഢപ്രതിജ്ഞ അല്ലാത്ത രൂപത്തിൽ പലരുടെയും ഭരണഘടനയുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്. അപ്പോൾ അവരും പിടിക്കപ്പെടും. അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ ചൊറി ആരംഭിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് ചൊറി ആരംഭിച്ചപ്പോൾ ഇത് മോശപ്പെട്ട ചൊറി ആയതുകൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വ്യാപിപ്പിക്കും. അസൂയ പെട്ടെന്ന് പറയും, കുണ്ടണി പറയും, അഴുക്ക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അവിഹിത ഗർഭങ്ങളൊക്കെ നമ്മളിങ്ങനെ അടിച്ച് പാറ്റും. നമുക്കല്ലാതെ നല്ല ഗർഭം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടാകുന്ന നമുക്ക് വാർത്തയില്ല. അവിഹിത ഗർഭമാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിച്ച് കയറ്റും. അപ്പോൾ ഇവിടെ അടിച്ച് കയറ്റി എല്ലാ പഞ്ചായത്തിലും പരിശോധന തുടങ്ങിയപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും പരിശോധനയാണ്. ആരെങ്കിലും ദൈവനാമത്തിലെന്നോ ദൃഢപ്രതിജ്ഞ എന്ന് പറയാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ സകല മെമ്പർമാരും ഈ രേഖകൾ പരിശോധിക്കുകയാണ്. അങ്ങനെ ഏതൊക്കെ പഞ്ചായത്ത് മെമ്പർമാരുടെ അസാധുവാകുന്നു, കോർപ്പറേഷൻ അസാധുവാകുന്നു, വേറെ ഒരു പണിയുമില്ല ഇവന്മാർക്ക്. നല്ല സിറ്റിംഗ് ഫീസ് കൊടുക്കുന്നതല്ലേ. ആ പഞ്ചായത്തിൻ്റെ കോർപ്പറേഷൻ്റെ എന്തെല്ലാം വികസന കാര്യങ്ങൾ നോക്കാനുണ്ട്, എന്തെല്ലാം ആസൂത്രണ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ശിവൻകുട്ടി ചാടി വരുന്നു, വഞ്ചിയൂർ ബാബു വരുന്നു, ദീപക് വരുന്നു. മേയറുടെ മണ്ടയ്ക്കുള്ള അടിയാണ്. മേയറാണോ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്? മേയറെ സത്യപ്രതിജ്ഞ കുഴപ്പമില്ലല്ലോ, സത്യപ്രതിജ്ഞ ചെയ്തത് ഓരോരുത്തരല്ലേ. അപ്പോൾ അവർ മേയറെ മണ്ടയ്ക്കുള്ള അടിയാണ്, മേയറെ കാലിലുള്ള അടിയാണ്. അങ്ങനെ മേയറെ തെറി പറയുന്നു, BJP തെറി പറയുന്നു, മോഡിയെ തെറി പറയുന്നു. എന്തൊരു രസമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം കൊരുക്കുന്നു. എല്ലാവരും കുറേ 20 അല്ലേ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് 10-35 പേര് ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവനാമവും ദൃഢപ്രതിജ്ഞ അല്ലാതെ ഒരുപാട് പഞ്ചായത്തുകളിൽ നടന്നിട്ടുണ്ട്, കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട്, അസംബ്ലിയിൽ ഭാഗ്യത്തിന് നടന്നില്ല. അങ്ങനെ നടന്നെങ്കിൽ MLA സ്ഥാനം പോയേനെ. പക്ഷേ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ വീണ്ടും അവിടെ വരുന്നൊരു പ്രശ്നം, അങ്ങനെ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ അവർ അസാധുവാണെങ്കിൽ, ഹൈക്കോടതി അവരെ ഇപ്പോൾ അസാധുവാക്കിയിട്ടുണ്ടെങ്കിൽ, അവർ നേരത്തെ എടുത്തിരുന്ന തീരുമാനങ്ങൾ, നേരത്തെ പങ്കെടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ, നേരത്തെ വാങ്ങിയ സിറ്റിംഗ് ഫീസ്, അലവൻസുകൾ, നേരത്തെ മേയറെ തിരഞ്ഞെടുത്തത്, ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുത്തത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തത്, ഇതെല്ലാം അസാധുവാകുമോ? വല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ മേയറെ തിരഞ്ഞെടുപ്പ് ഒന്നുകൂടെ നടത്തണം. ഈ 20 പേര് ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ട്, ബാക്കി ആരൊക്കെയും സത്യപ്രതിജ്ഞയിൽ തെറ്റിച്ചു എന്ന് പറയുന്നത് മേയർ, അവരും കൂടെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എല്ലാവരും കൂടി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വീണ്ടും മേയർ തിരഞ്ഞെടുപ്പ് നടക്കും, വീണ്ടും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കും, വീണ്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നടക്കും. അതോ പഴയതെല്ലാം തൂത്ത് കളയോ? എന്തൊക്കെയാണ് കോടതിയും പറയുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താണ്, ഉച്ചക്കിറുക്കാണ് മലയാളിക്ക്. ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഉച്ചക്കിറുക്കാണ്. ഇതൊന്നും ലോകത്ത് ഒരു സ്ഥലത്തും നടക്കുന്ന കാര്യമില്ല. അവരൊക്കെ വികസന കാര്യം, ക്ഷേമകാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മളിവിടെ ചക്കട വിക്കട എന്ന് പറഞ്ഞ് ഇതുപോലത്തെ 4ാംകിട പരിപാടിയായിട്ട് നീങ്ങുന്നത്. വല്ല കാര്യമുള്ളതാണോ? കോടതി പോയിട്ട് അവർ എന്താണ് പറഞ്ഞത്? അല്ല, അവർക്ക് അങ്ങനെ അസാധുവാക്കാൻ, ഈ 20 കൗൺസിലർമാരെ അസാധുവാക്കാൻ ഓർഡർ വാങ്ങിക്കാൻ കഴിഞ്ഞെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അതും കഴിഞ്ഞില്ലല്ലോ. ആ പടം കിട്ടിയ ഓർഡർ എന്താണ്? അവരൊന്നുകൂടെ സത്യപ്രതിജ്ഞയാണ്. ആർക്ക് ചിലവ്? നമ്മുടെ ചിലവ്, നമ്മുടെ പണം. അതിൻ്റെ പേരിൽ വന്ന് ചായ കൂടി ഉണ്ടാവും, അണ്ടിപ്പരിപ്പ് കഴിക്കും, അതിൻ്റെ പേരിൽ വലിയ തയ്യാറെടുപ്പായിരിക്കും. കുറച്ച് രൂപ കൂടി നഷ്ടം. എന്തൊരു നാടാണിത്! എന്തൊരു ഗതികെട്ട സംവിധാനമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ അഗ്ലി കാര്യങ്ങൾക്ക്, അഴുക്ക കാര്യങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുന്നു എന്നുള്ളതും, നല്ല കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി പോയിട്ട് ആരോടും പറയുന്നില്ല എന്നുള്ളതും ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും കോർപ്പറേഷനിൽ 20 പേർ നേരിട്ട് പെട്ടു.
ഇനി കുറച്ചൊരു പെടാനിരിക്കുന്നു. ഓർഡർ 2 ആഴ്ചയ്ക്കകത്ത് 24 മണിക്കൂറിനകത്ത് ചെയ്യുമെന്നാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ കിട്ടിയാൽ നാളെ മറ്റോ ഓർഡർ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് ചെയ്യും. അപ്പീലൊന്നും പോകുന്നില്ല, സുപ്രീം കോടതിയിലൊന്നും പോകാൻ സമയമില്ല, തിരക്കുമില്ല, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളങ്ങ് ചെയ്തോളാം ഒന്നുകൂടി എന്നാണ് പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ ഒന്നുകൂടി സത്യപ്രതിജ്ഞ നടക്കും. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിലും കുറേയധികം ഇതുപോലത്തെ കൃത്യമായ 2ാം തവണയും കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യം നടക്കും. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഉഡായിപ്പ് കൂടി, ഒരു ഗോസിപ്പ് കൂടി വന്നിട്ടുണ്ട്. രണ്ടാമതും ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള നല്ല കൗതുകമുള്ള കാര്യമാണ്. ഹൂ ബോധേഡ്, ഇത് ആർക്കാണിത് വേണ്ടത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം.